ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഡെസ്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് വെക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ഡെസ്ക്. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്നതുകൊണ്ട് ആ ഡെസ്ക് ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്റ്റഡി ടേബിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റഡി ടേബിൾ മാറ്റിയിട്ട് അവിടെ നിറച്ചും വീട്ടിൽ എല്ലാവരുടെയും ഡ്രസ്സ് എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ അനിയൻ്റെ ഡ്രസ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഞാനതുകൊണ്ട് അനിയനെ വിളിച്ച് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പോയി. പിന്നെ ഞാൻ തന്നെ ബാക്കി ക്ലീൻ ചെയ്ത് വന്നപ്പോൾ മനസ്സിലായി അതിനകത്ത് നിറച്ചും പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അനിയൻ എന്തൊക്കെയോ ചെയ്യാനായിട്ട് വേണ്ടി ഉപയോഗിച്ചപ്പോൾ പെയിൻ്റൊക്കെ ആയി ആ ടേബിൾ ആകെ കുളമായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനത് തുടച്ചിട്ട് പെയിൻ്റ് അടിക്കാൻ എന്ന് വിചാരിച്ചു. ഒരു വൃത്തികേട് പോലെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ പെയിൻ്റ് അടിക്കാൻ സ്പ്രേ പെയിൻറ്റ് വെച്ച് പെയിൻ്റ് അടിക്കാനായിട്ട് അവനെ തന്നെ ഏൽപ്പിച്ച്. പിന്നെ പുറത്ത് കൊണ്ടുപോയി ടേബിളിട്ടിട്ടാണ് പെയിൻ്റൊക്കെ അടിച്ചത്. അകത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈലിലും സൈഡിലും ഒക്കെ പെയിൻ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഫുള്ളത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പെയിൻറ്റ് എല്ലായിടത്തും അടിച്ച് സെറ്റാക്കി. 2 കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു കോട്ട് അടിച്ച് പിന്നെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കോട്ട് അടിക്കുകയാണ് ചെയ്തത്. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം അകത്ത് കയറ്റി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടാക്കിയ ടേബിൾ ഓർഗനൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് വെച്ചു. പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കെച്ച് പെൻ, കളർ പെൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചു. അപ്പോൾ ആദ്യത്തെ പൗച്ചെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൗച്ചാണ്. സെക്കൻഡ് പൗച്ച് എന്ന് പറയുന്നത് ഞാൻ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് മേടിച്ച പൗച്ചാണ്. അതായത് എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പൗച്ചാണ്. അപ്പോൾ അതിനകത്താവുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും വെക്കാനായിട്ട് പറ്റും. അതിനകത്ത് എല്ലാം തന്നെ വെക്കാനായിട്ട് പറ്റും. സ്കെച്ച് പെന്നും എല്ലാ സാധനങ്ങളും നമുക്ക് അടുക്കി പെറുക്കി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട്സ് എല്ലാം വെച്ചു. പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് നോട്ട്സും അങ്ങനെയെല്ലാം വെച്ചു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് പോലിരിക്കുന്ന ഒരു ചെടിയാണത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഡിക്കോറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സൈഡിലൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ചെടി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഈ പ്ലാന്റ്സ് ഗ്രീനി ആയിട്ട് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ മണി പ്ലാന്റ് വെച്ചു. പിന്നെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റഡി ലാമ്പാണ്. അപ്പോൾ അതും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതും ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ പ്രോഡക്റ്റ് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയറാണ്. പിന്നെ ഈ 2 പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരുപാട് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിലും നമുക്കൊരു സ്റ്റഡി ടേബിൾ നമുക്കായിട്ട് ഉണ്ടാക്കുന്നതായാലും മേക്ക് ഓവറൊക്കെ ചെയ്യുന്നത് നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. പഠിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ സ്റ്റഡി ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും, അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റഡി ടേബിളൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കും.